തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമൊക്കെ ശരിക്കും അനുഭവിച്ചറിയണമെങ്കിൽ കണ്ണൂരിലേക്ക് പോകണം. ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുളകുപൊടിയും നായ്ക്കുറണപ്പൊടിയും സമം ചേർത്ത് തലവഴി ധാര കോരുന്ന പുത്തൻ പ്രയോഗമാണ് ഇത്തവണ സഖാക്കൾ പരീക്ഷിച്ചത്. മുണ്ടും തട്ടുടുത്ത് കളരിഗുരു സുധാകരച്ചേവ് രംഗത്തിറങ്ങിയതോടെയാണ് സഖാക്കൾ ഒന്നൊതുങ്ങിയത്. സ്ഥാനാർത്ഥിയെയും ഏജന്റിനെയും അടിച്ച് ആശുപത്രിയിലാക്കി ഇലക്ഷൻ സ്മൂത്തായി പോകുന്നുണ്ട് എന്ന് പറയുന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ പേര് നടപടിയെടുക്കണമെന്ന് ഞാൻ കാലത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചെറുകുന്ന് പഞ്ചായത്തിലെ മുണ്ടാംപറമ്പ് സ്ഥാനാർത്ഥി ആഗ്നസ് 2 ഏജന്റന്മാർ ആ 3 പേരുടെയും പേരിൽ നായ്ക്കുറിനെ പൊടിമാറ്റി ബൂത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ സോഫാർ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അക്രമത്തിന്റെ തുടക്കം ആരംഭം മുതലേ സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രയോഗങ്ങളൊക്കെ CPI നടത്താറ്. ഇതിപ്പോ ഇലക്ഷൻ ബൂത്തിൽ കയറി വോട്ടിംഗ് തുടങ്ങിയ സമയം മുതൽ തന്നെ പലയിടത്തും ബൂത്ത് ഏജന്റന്മാരെയും സ്ഥാനാർത്ഥിയെയും ത്രട്ടൺ ചെയ്ത് പുറത്താക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ സ്ഥിരം റെക്കോർഡുമായിട്ടാണ് പുറപ്പെടുക. മാർക്സിസ്റ്റ് അക്രമം, LDF അക്രമം. CPMന്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ സ്ട്രാറ്റജിയാണത്. പിന്നെ ഈ എന്താ പറയാ, കളവ് പറയാൻ അഭിമാനബോധമില്ലാത്തവന് എന്തും പറയാം. കേരളത്തിൽ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഏതാ അവർ അംഗീകരിച്ചത്? ഏതെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഇതേപോലെ ഉണ്ടായി. പക്ഷെ വോട്ടെണ്ണി നോക്കിയപ്പോൾ ഈ ആക്ഷേപം ഉന്നയിച്ച സുധാകരൻ മലർന്നടിച്ച് വീണു. ഇവിടെ ആരാ ആയുധം സംഘടിപ്പിച്ചത്, സംഭരിച്ചതാരാ? നായ്ക്കുറിനെപ്പൊടിന്റെ 2 ചാക്ക് നായ്ക്കുറിനെപ്പൊടി പിടിച്ചതാരാ? നായ്ക്കുറിനെപ്പൊടി സംസ്കാരമാണ്, ചൊറിയുന്ന സംസ്കാരമാണ് CPMന്റേത്. നായ്ക്കുറിനെപ്പൊടി സംസ്കാരം അത് CPMനെ ഉള്ളൂ, ഇവിടെ വേറെ പാർട്ടിക്കാർക്കില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിഭീകരമായിട്ടൊരു ആക്രമണം നടന്നത് മാടായി പഞ്ചായത്തിലെ മുട്ടത്താണ്. അവിടെ ലീഗായിരുന്നു ദശകങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മാടായി പഞ്ചായത്തിലെ ലീഗ് ഭരണത്തിനെതിരായി ശക്തമായ അമർഷമാണ് ലീഗ് അണികളിലുണ്ടായത്. 100 കണക്കിന് ആളുകൾ രാജിവെച്ച് CPMന്റെ ഭാഗമായി മാറി. അവർ പലയിടത്തും LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചു. അങ്ങനെ മാടായി പഞ്ചായത്തിലെ 18-ാം വാർഡിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇസ്മയിലിന്റെ ചീഫ് ഏജന്റായിട്ടുള്ള ഹാരിസിനെ കഴിഞ്ഞ ദിവസമാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരിയാരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ചികിത്സ കൊണ്ടാണ് ഹാരിസ് എൻ്റെ ഏജന്റായിട്ടുള്ള ഇസ്മയിൽ രക്ഷപ്പെട്ടത്. ഫസലിനെ കൊന്നത് അവരല്ലല്ലോ, ചന്ദ്രശേഖരനെ കൊന്നത് അവരല്ലല്ലോ, മനോജിനെ കൊന്നത് അവരല്ലല്ലോ, അവരാരെയും കൊന്നിട്ടില്ലല്ലോ. പക്ഷെ പ്രതികളും കാരായ ചന്ദ്രശേഖരനും കാരായ രാജനും ഒക്കെ ജയിലിൽ പോയി കിടക്കുന്നത് സ്വാതന്ത്ര്യ സമരം ചെയ്ത് തിരിച്ചു വന്നതാ, സ്വാതന്ത്ര്യ സമരത്തിൽ അറസ്റ്റ് ചെയ്തതാ, മറ്റാളെ കൊന്നിട്ടൊന്നുമല്ല. ഏതാണ് അവർ ചെയ്തത് അംഗീകരിച്ചത്? ആണുങ്ങളെ പോലെ പറയട്ടെ, ഞങ്ങളാ ചെയ്തത്. അതിന് തൻ്റെ ഇടം വേണം, നട്ടല് വേണം. ഈ UDFന്റെ നേതാക്കന്മാർ സംരക്ഷണം കൊടുക്കുന്ന ലീഗിന്റെ ക്രിമിനലുകളാണ് ഈ തരത്തിൽ കൊലപാതക ശ്രമം നടത്തിയത്. മറ്റെന്ത് അക്രമമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഞാൻ ചോദിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയുടെ നേരെ പതക്കുന്ന ചൂടുവെള്ളത്തിൽ മുളകിട്ടിട്ട് നായ്ക്കുറിനെ പൊടി വിട്ടിട്ട് അത് അലക്കൊഴിച്ചത്. ഒരു മനുഷ്യന്റെ സംസ്കാരമുള്ള ഒരു സാമൂഹ്യ ബോധമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകന്മാർ ചെയ്യുമോ? അത് തെരഞ്ഞെടുപ്പ് ദിവസം ചിലയിടത്തൊക്കെ ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് വലിയ അക്രമം എന്ന നിലക്ക് ചിത്രീകരിക്കുന്നത്. എത്ര വീടുകൾ, എത്ര ബോംബ് സ്ഫോടനം ഉണ്ടായി കൂടാളിയിൽ, കാറ് തകർന്നു, അവിടെ പിന്നെ നെറ്റിന്റെ കണക്ഷൻ മുഴുവൻ അവർ ഡിസ്കണക്ട് ചെയ്തു. ഒരുപാട് സ്ഥാനാർത്ഥികളെ ആക്രമിച്ചു. ഇതാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ അഭിത് ചെറുതാഴം പഞ്ചായത്തിൽ നിന്ന് എൻ്റെ ബൂത്ത് 7 പഞ്ചായത്തിൽ നിന്ന് എൻ്റെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിച്ച് ആ ബൂത്തിൽ നിന്ന് നിൽക്കാൻ വരാതെ 11 മണിയാകുമ്പോഴത്തേക്ക് ചവിട്ടി പുറത്തിറക്കിയിട്ട് വന്നതാണ് ഈ പയ്യൻ. വലിയ അക്രമങ്ങളെല്ലാം നടത്തിയത് UDFന്റെ ആളുകളാണ്. തിരുവനന്തപുരം ജില്ലയിൽ അവിടെ ഒരു LDFന്റെ സ്ഥാനാർത്ഥിയെ തന്നെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വാർത്ത ഇപ്പോൾ ചാനലുകളൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിൽ യാതൊരു അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ചില്ലറ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര ബൂത്തുകൾ, കുറ്റ്യാട്ടൂര്, മയ്യിൽ, കൊളച്ചേരി, പിന്നെ മാങ്ങാട്ടിടം, പിന്നെന്താ ചെറുതാഴം, ഏഴോ, ഇവിടെയൊക്കെ അവർ ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന അതേ സ്ട്രാറ്റജിയാണ്. അവർക്ക് ഭയമാണ്. യഥാർത്ഥത്തിൽ ആ വനിതാ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി ജീജ പരാതി നൽകുകയും തന്നെ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ജീജ ഇപ്പോൾ തളിപ്പറമ്പിലെ ഒരു ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ LDFന്റെ ഭാഗത്ത് നിന്നല്ല അക്രമം ഉണ്ടായത്, UDFന്റെ ഭാഗത്ത് നിന്നാണ്. ഞാൻ ഒരുപാട് ബൂത്ത് വിസിറ്റ് ചെയ്താൽ വരുന്നത്. അവിടെയൊക്കെ 90, 85, 87, 88% പോളിംഗാ. ആ പോളിംഗ് ആണ് അവരെ ഭയപ്പെടുത്തുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ നിർഭയമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് അനുഭവം. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്
രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഈ നാടിനെ താറടിച്ച് കാണിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ റീപോളിങ്ങിന് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മളെ കാഞ്ഞിരംകുളം തളിപ്പറമ്പിൽ പരിഹാരത്തത് റീപോളിംഗ് വേണമെന്ന് എത്ര മണിക്കാണ്? 8 മണിക്കാണ് സ്ഥാനാർത്ഥിയെയും ഏജന്റിനെയും അടിച്ച് ലൂർദ് ആസ്പത്രിയിലാക്കി. എന്നിട്ട് ആ പ്രിസൈഡിംഗ് ഓഫീസർ പറയാ ഇവിടെ കൂളായി വളരെ സ്മൂത്തായി പോളിംഗ് നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിനെയും ഏജന്റുമാരെയും അടിച്ച് ലൂർദ് ആസ്പത്രി കിടത്തിയിട്ട് അവിടെ സ്മൂത്തായി അടിച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രിസൈഡിംഗ് ഓഫീസറെ പ്രോസിക്യൂട്ട് ചെയ്യണം. ആ പ്രിസൈഡിംഗ് ഓഫീസർ നടപടി വേണം. അക്രമങ്ങളും കൊലപാതക ശ്രമവും നടത്തിയത് UDFന്റെ ആളുകളാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നിട്ടുള്ള ഒരു കൊലപാതക ശ്രമം മാടായി പഞ്ചായത്തിലെ മുട്ടത്തുണ്ടായതാണ്. അത് ലീഗ് ക്രിമിനലുകൾ ചെയ്തതാണ്. LDFനോടൊപ്പം നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റിനെയാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. അതല്ലാതെ മറ്റേതൊരു അക്രമ സംഭവമാണ് ഇക്കൊടുത്ത കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറയാൻ കഴിയുക? ഞാൻ വെല്ലുവിളിക്കുകയാണ് അവരെ. ഇത് പുതിയ രീതി, ഇത് CPMന്റെ പുതിയ രീതി. അവരിന് ഓരോ വർഷം ഓരോ ഇലക്ഷനും അവർ പുതിയ ട്രെൻഡ് ഉണ്ടാക്കും. നമ്മുടെ ന്യൂ ജനറേഷൻ ട്രെൻഡ് പോലെയാണ്. കള്ളവോട്ട് ചെയ്യുന്നതിനും എതിരാളികളെ തകർക്കാനും അവർ രക്തം പൊടിയാത്ത കൊലപാതകത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരല്ലേ. അത് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഭാഗമാണ്. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്. ചിലപ്പോ ഫലിച്ചേക്കും. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. കണ്ണൂരിലാകെ കുഴപ്പമാണെന്ന് സുധാകരൻ പറയുമ്പോൾ എല്ലാം ശാന്തമാണെന്നാണ് ജയരാജന്റെ വാദം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണല്ലോ പ്രഭുത്വസുന്ദര കണ്ണൂരിലെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ആരാണ് കള്ളം പറയുന്നതെന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. ഇടവേളയ്ക്ക് ശേഷം വെള്ളാപ്പള്ളിയുടെ വിലാപങ്ങൾ. ഇങ്ങനെ നിരന്തരം ദിവസം നടന്ന് പറയാൻ തുടങ്ങി ഞാനെന്ത് ചെയ്യും? ഈ അവന്റെ സ്വഭാവം